8ാം ക്ലാസ്സിലെ അവർ ഗവൺമെൻറ് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. നമുക്ക് ആദ്യമായി ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളെ പരിചയപ്പെടാം. ദ ഗവൺമെൻറ് കൺസിസ്റ്റ് ഓഫ് 3 ഓർഗാൻസ് വിച്ച് ആർ ദേ. ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1. നിയമനിർമ്മാണ വിഭാഗം അഥവാ ലെജിസ്ലേച്ചർ. 2. കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്. 3. നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി എന്നിങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങൾ. വാട്ട് ഈസ് പാർലമെൻറ്റ്? എന്താണ് പാർലമെൻറ്റ്? The legislature in India is known as the Parliament. It consists of the President and the 2 houses, namely Rajya Sabha and Lok Sabha. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തെയാണ് പാർലമെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. അതായത് പ്രസിഡന്റ്, രാജ്യസഭ, ലോകസഭ എന്നിവയും കൂടിച്ചേർന്നതാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത്. വാട്ട് ഈസ് നോൺ ആസ് ദ അപ്പർ ഹൗസ്? എന്താണ് അപ്പർ ഹൗസ്? ദ രാജ്യസഭ ഈസ് നോൺ ആസ് ദ അപ്പർ ഹൗസ്. രാജ്യസഭയെയാണ് അപ്പർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത്. വാട്ട് ഈസ് നോൺ ആസ് ദ ലോവർ ഹൗസ്? എന്താണ് ലോവർ ഹൗസ്? സ്വാഭാവികമായും ദ ലോകസഭ ഈസ് നോൺ ആസ് ദ ലോവർ ഹൗസ്. ലോകസഭയെയാണ് ലോവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായി, വാട്ട് കൈൻഡ് ഓഫ് ലെജിസ്ലേച്ചർ സിസ്റ്റം ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള നിയമനിർമ്മാണ സംവിധാനമാണ് ഉള്ളത്? ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ഇന്ത്യയിൽ ദ്വിമാന നിയമസഭയാണ് ഉള്ളത്. എന്താണ് ദ്വിമാന നിയമസഭ? വാട്ട് ഈസ് മീൻ ബൈ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ? Indian Parliament has 2 houses, Lok Sabha and Rajya Sabha. Since it has 2 houses, it is known as bicameral legislature. ഇന്ത്യൻ പാർലമെൻറ്റിന് 2 സഭകൾ ഉണ്ട്, ലോകസഭയും രാജ്യസഭയും. ഇങ്ങനെ 2 സഭകൾ ഉള്ളതിനാൽ അതിനെ ദ്വിമാന നിയമസഭ എന്ന് അറിയപ്പെടുന്നു. മോർ എക്സാമ്പിൾസ് ഓഫ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ദ്വിമാന നിയമസഭ നിലവിലുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ നോക്കാം. അർജന്റീന, ബ്രസീൽ, കാനഡ, USA, ബ്രിട്ടൻ, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ. ഫീച്ചേഴ്സ് ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? 238 elected members, 12 nominated members known as Council of States. Permanent House, Vice President presides over the sessions. ഫീച്ചേഴ്സ് ഓഫ് ലോക്സഭ. ലോകസഭയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? 543 directly elected members, 2 nominated members known as the House of Representatives, elected for a term of 5 years, presided over by the Speaker. Though the President of India is not a member of Parliament, he is the inevitable person for the functioning of Parliament. Why? ഇന്ത്യയിലെ രാഷ്ട്രപതിയാണെങ്കിലും അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അംഗമല്ല. എന്നിരുന്നാലും അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അനിവാര്യ വ്യക്തിയായി പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട്?
Answer: because of the fact that President of India performs legislative functions like summoning the sessions of the Parliament, addressing the joint sittings, approving the bills passed by the Parliament. കാരണം രാഷ്ട്രപതി സെഷനുകൾ വിളിക്കുന്നത് പോലുള്ള നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പാർലമെൻറ്റ് സംയുക്ത സമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്ത് പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നു. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ്? പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ലെജിസ്ലേഷൻ, ലോ മേക്കിംഗ്, പാസിംഗ് ദ ബില്ല്. വിച്ച് ആർ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് പാസിംഗ് എ ബില്ല്? ബില്ല് പാസ്സാക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതാണ്? ഫസ്റ്റ് റീഡിംഗ്, ദ ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. ആദ്യം വായിക്കുന്നു, പിന്നീട് ബില്ലിനെ പരിചയപ്പെടുത്തുന്നു. Second reading, and every article included in the bill is either passed, changed or rejected after the discussion. രണ്ടാമതായി വായിക്കുകയും ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ലേഖനങ്ങളും വിശദമായ ചർച്ചയ്ക്ക് ശേഷം ഒന്നുകിൽ പാസാക്കുകയും അല്ലെങ്കിൽ നിരസിക്കുകയോ മാറ്റുകയോ ചെയ്യുന്നു. Third reading, the bill as a whole is passed, rejected. മൂന്നാമത്തെ വായനയിൽ ബിൽ മൊത്തത്തിൽ പാസാക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. After passing the bill in the first house, it is sent to the second house along with the certificate of the presiding officer. After the bill is passed by both the houses, it is sent to the president for approval. On getting the approval of the president, the bill becomes a law. അതായത് ആദ്യ വീട്ടിൽ ലോകസഭയിൽ ബിൽ പാസാക്കിയ ശേഷം അത് രണ്ടാമത്തെ വീട്ടിലേക്ക്, അതായത് രാജ്യസഭയിലേക്ക് അയക്കുന്നു. ഒപ്പം പ്രിസൈഡിംഗ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റും അയക്കുന്നു. രണ്ടു വീട്ടിലും ബില്ല് പാസ്സായതിനു ശേഷം ഇത് പ്രസിഡന്റിൻ്റെ അംഗീകാരത്തിനായി അയക്കുന്നു. പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചാൽ ബില്ല് ഒരു നിയമമായി മാറുന്നു. വാട്ട് ഈസ് മീൻ ബൈ ക്വസ്റ്റ്യൻ ഹവർ? ചോദ്യസമയം എന്താണ് അർത്ഥമാക്കുന്നത്? ഡെയിലി സെഷൻസ് ഓഫ് ദ പാർലമെൻറ്റ് ബിഗിൻ വിത്ത് ദ ക്വസ്റ്റ്യൻ അവർ. എവരി ഡേ ദ പാർലമെൻറ്റ് മീറ്റ്സ് അറ്റ് 11 in the morning ആൻഡ് ദ ഇനീഷ്യൽ ഹവർ ഈസ് ക്വസ്റ്റ്യൻ അവർ. പാർലമെൻറ്റിൻ്റെ ദൈനംദിന സെഷനുകൾ ചോദ്യാവലിയിൽ ആരംഭിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 11 പാർലമെൻറ്റ് യോഗം ചേരുന്നു. ആയതുകൊണ്ട് അതിൻ്റെ പ്രാരംഭ മണിക്കൂറുകളെയാണ് ചോദ്യസമയം എന്ന് പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ 0 hour? 0 മണിക്കൂർ എന്നാൽ എന്താണ്? അറ്റ് 12 noon the question hour ends. The small interval after the question hour before commencing deliberations on the items on agenda is known as 0 hour. ഉച്ചയ്ക്ക് 12 മണിക്ക് ചോദ്യസമയം അവസാനിക്കും. ചോദ്യസമയത്തിന് ശേഷവും അജണ്ടയിലെ ഇനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ചെറിയ ഇടവേളയെയാണ് 0 മണിക്കൂർ എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് മീൻ ബൈ മണി ബില്ല്? Any bill related to the collection of revenue or expenditure from the consolidated fund can be termed as money bill.
ഏകീകൃത ഫണ്ടിൽ നിന്നുള്ള വരുമാനം അല്ലെങ്കിൽ ചെലവ് ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏത് ബില്ലിനെയും മണി ബില്ല് എന്ന് വിളിക്കാം. സം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. In which house money bill introduced? Answer: in Lok Sabha. How many members can be nominated by the President to Lok Sabha? ലോക്സഭയിലേക്ക് രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ കഴിയും? Answer: 2 members. How many members can be nominated by the President to Rajya Sabha? Answer: 12 members. Who summoned the joint sitting of Parliament? പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ആരാണ് വിളിച്ചത്? Answer: President. Which house is known as the House of Representatives? Answer: Lok Sabha. Who is the head of central government? Answer: Prime Minister. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടുതൽ എഡ്യൂക്കേഷണൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.